നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പത്രസമ്മേളനങ്ങളുടെ ഒരു കൂട്ടമാണ് പുറത്തേക്ക് വരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പത്രസമ്മേളനം വിളിക്കുന്നു, പിണറായി വിജയൻ പത്രസമ്മേളനം വിളിക്കുന്നു, എം വി ഗോവിന്ദൻ വിളിക്കുന്നു. ഇത്തരത്തിൽ എല്ലാവരുടെയും വിഷയം ഒന്ന് തന്നെയാണ്, അതായത് തീവ്രവാദി, മതവർഗീയത, ഇതൊക്കെ തന്നെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിച്ചുകൊണ്ട് ഈ പറയുന്ന ഗോവിന്ദൻ മാസ്റ്റർ രംഗത്ത് വന്നിരിക്കുകയാണ്. പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അനുകൂലിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിന്റെ പോക്കെങ്ങോടാണ്? ഈ പറയുന്ന വർഗീയവാദികളുടെ അല്ലെങ്കിൽ വർഗീയ പ്രസ്താവനകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണോ ഇനി വരുന്ന നിയമസഭയിൽ കാണാൻ പോകുന്നത്? അത് നമ്മുടെ ഇന്നത്തെ യഥാർത്ഥ കേരളത്തിന്റെ അവസ്ഥയാണ് കാണിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഇവിടുത്തെ ഈ പുരോഗമനം എന്ന് പറയുന്നത് ഈ വർഗീയത എന്ന് പറയുന്ന ആ ഒരു വൃത്തികേടിന്റെ പുറത്ത് പൊട്ടിക്കുന്ന ഒരു ചോക്ലേറ്റ് ആണ്. അതെ. അപ്പോൾ അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് CPM ആണ്. ഈ പുരോഗമനം തങ്ങളുടേത് മാത്രമാണ്. പുരോഗമനം എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ പെട്ടെന്ന് വേറെ ആരും ഉപയോഗിക്കാറ് പോലുമില്ല കേരളത്തിൽ. കാരണം സ്വാഭാവികമായിട്ടും CPM-കാരുടെ ഒരു കുത്തക വാക്കാണ് പുരോഗമനം എന്നുള്ളതാണ്. ഈ പുരോഗമനത്തിന്റെ അകത്തിരിക്കുന്ന സംഗതിയാണ് ശരിക്കിപ്പോ വെള്ളാപ്പള്ളി നടേശൻ. അതാണ് കേരളത്തിന്റെ ഒരു നേർചിത്രം എന്ന് പറയുന്നത്. CPM-ന് എന്താണോ തങ്ങൾ ഈ വരുന്ന രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കാൻ പോകുന്ന അജണ്ട എന്താണോ ആ അജണ്ടയുടെ എന്താ പറയുക ചോക്ലേറ്റ് കോട്ടിങ് മാറ്റിയിട്ട് കൃത്യമായിട്ട് എടുത്ത് പുറത്തു വെച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളിയിലൂടെ. അതാണ് സ്വാഭാവികമായിട്ടും ഈ പമ്പ ആഗോള അയ്യപ്പ സംഗമത്തില് പമ്പയില് പിണറായി വിജയന്റെ കാറിൽ വന്ന് വെള്ളാപ്പള്ളി ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ വ്യക്തമായ സന്ദേശം കൊടുക്കാൻ തന്നെയാണ്. അല്ലാതെ ഈ നടന്നു പോകുന്ന വഴി പിടിച്ച് കാറി കയറ്റില്ല, അങ്ങനൊന്നും ഒരു ഭരണാധികാരി ചെയ്യുകയില്ല. കാരണം വിശേഷിച്ചും ഇന്നത്തെ ഈ സുതാര്യമായ ലോകത്തിൽ ഓരോ നിമിഷവും ഇപ്പൊ കിടക്കമുറിയിൽ ഉറങ്ങുന്നതിന് കയറുന്ന ആ നിമിഷം വരെ ഉള്ളതെല്ലാം വിശേഷിച്ചും ഇന്ന് ഈ ഔദ്യോഗിക രംഗങ്ങളിലിരിക്കുന്നുണ്ട് എല്ലാവരുടെയും തന്നെ ഡേറ്റയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ അത് വെറുതെ അങ്ങനെ ഒരു സംഗതി നടന്നു പോകുന്ന ആളിനെ കയറ്റിക്കൊണ്ട് പോകത്തൊന്നുമില്ല. ഇപ്പൊ വെള്ളാപ്പള്ളിക്ക് പകരം വേറൊരാളാണ് നടന്നു പോകുന്നതെങ്കിൽ പിണറായി വിജയൻ കയറ്റുമായിരുന്നു? കയറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കാറിൽ കയറി വന്ന് നമ്പർ 1 കാറിൽ അദ്ദേഹം അവിടെ വന്ന് ഇറങ്ങിയതും അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം ശബരിമലയിലെ പ്രശസ്തി വർദ്ധിപ്പിക്കുകയോ അതല്ലെങ്കിൽ അയ്യപ്പന്മാരുടെ ക്ഷേമം വർദ്ധിപ്പിക്കുകയോ അതല്ലെങ്കിൽ താത്വികമായിട്ട് ശബരിമല എന്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് അതിനെ കൂടുതൽ മഹത്വവൽക്കരിച്ചിട്ട് ഒരു സാംസ്കാരികമായ ഔന്നത്യം കേരളത്തിനും രാജ്യത്തിനും വരത്തക്ക രീതിയിൽ പ്രവർത്തിക്കുകയൊന്നുമല്ല. മറിച്ച് എങ്ങനെ ഈ മതത്തെയും വർഗീയതയും ഉപയോഗിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് അത് മുതൽക്കൂട്ടാക്കി മാറ്റാം, കേരളത്തിൽ എങ്ങനെ ഒരു വർഗീയതയുടെ അടിസ്ഥാനത്തിൽ ജനവിഭാഗങ്ങളെ രണ്ടായിട്ട് തിരിക്കുകയും ജനങ്ങളെ 3 മുന്നണികളാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. ഈ 3 മുന്നണികളുടെ ഇടയ്ക്ക് മത്സരിക്കുന്ന സമയത്ത് ഒരു ത്രികോണ മത്സരം ശക്തമായിട്ട് കൊണ്ടുവന്ന് തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കാമെന്നുള്ളതിൽ ലക്ഷ്യം വെച്ചിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അപ്പോൾ അതേ അജണ്ട തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് CPM എന്താണോ മൂടി വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് അത് വെള്ളാപ്പള്ളി തുറന്നു പറയുന്ന സാധനം. അത് പച്ച വർഗീയതയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പോ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് CPM-ന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. CPM മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ കൂടിയേ തീരൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോ സാർ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരത്തിൽ വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വോട്ട് പിടിക്കാമെന്നുള്ള ഒരു പദ്ധതി CPM-നുണ്ടായിരുന്നെങ്കിൽ അത് അമ്പയെ പരാജയപ്പെട്ടു പോകുന്നതല്ലേ തദ്ദേശത്തിൽ കണ്ടത്. അതേ സ്ട്രാറ്റജി തന്നെ വീണ്ടും ഉപയോഗിച്ചാൽ നിയമസഭയിലും തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളത് അവരുടെ മനസ്സിൽ അത് അംഗീകരിച്ചു തുടങ്ങിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അതിനകത്തൊരു ഈ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്ന് പറയുന്നൊരു സംഗതിയാണ്. ഇപ്പൊ പ്രാദേശിക തെരഞ്ഞെടുപ്പിനെ ഉണ്ടാവുന്നൊരു അവസ്ഥയാവില്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത്. അപ്പൊ ഇത്തരം സാധനങ്ങളൊക്കെ കണക്ക് കൂട്ടിയവർക്ക് പല പല വലിയ പദ്ധതികളൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ ഉദാഹരണത്തിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വരുന്ന ആ ഒരു വോട്ടിംഗ് പാറ്റേൺ അതല്ലെങ്കിൽ ആ വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ ഒരു രീതി ആയിരിക്കില്ല നിയമസഭയിൽ വരുന്നത്. അതേപോലെ പ്രാദേശിക സർക്കാർ തിരഞ്ഞെടുപ്പിലും ഈ പ്രാദേശിക സർക്കാർ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ വോട്ടെടുപ്പ് തന്നെയായിരുന്നു. കാരണം കേരളത്തിലെ ജനങ്ങൾ നിലവിലുള്ള സർക്കാരിനെതിരെയുള്ള ഒരു വിധി പ്രഖ്യാപിക്കൽ തന്നെയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് പറഞ്ഞാൽ. അല്ലാതെ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരമല്ല. അവിടെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധേയം മനസ്സിലാക്കും. കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരമല്ല, മറിച്ച്
ഈ സർക്കാരിനെതിരെയുള്ള രോഷപ്രകടനമാണ് കിട്ടിയത്. അതുകൊണ്ടാണ് കോൺഗ്രസും ഈ വിജയം പഠിക്കുമെന്ന് പറഞ്ഞ സ്ഥാനം. കാര്യം അവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ചില സംഗതികൾ പോയി. പെർസെൻറ്റേജ് ഓഫ് വോട്ടിൽ കാര്യമായ മാറ്റം വന്നു. BJP-യുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുകയും അതേപോലെ തന്നെ CPM-ൻ്റെതും ഗണ്യമായി കുറയുകയും അതിൻ്റെ 5% വോട്ടിംഗ് പെർസെൻറ്റേജിൽ ഡിഫറൻസ് വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു മാറ്റമാണ്. ഇത് കോൺഗ്രസിന് ബൂത്ത് തലത്തിൽ ബൂത്ത് കമ്മിറ്റികളും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഇത്രയും വലിയൊരു വോട്ടിംഗ് പെർസെൻറ്റേജ് കിട്ടുന്നത്. അപ്പം ഈ ഒരു രോഷം ജനങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു, ഈ ഒരു ആദ്യത്തെ രോഷം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ആ ഒരു കെട്ടി നിന്നിരുന്ന ആ ഒരു രോഷം എന്ന് പറയുന്ന സംഗതി ഏതാണ്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പം സ്ഥിതി അങ്ങോട്ട് മാറുകയാണ്. ഈ മാറുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വർഗീയതയും മതവും ഗണ്യമായ ഒരു റോള് ഈ തെരഞ്ഞെടുപ്പിൽ വഹിക്കുന്നുണ്ടെന്നുള്ളൊരു ഫാക്ടറാണ്. ഇപ്പം കഴിഞ്ഞ 2ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായിട്ട് പിണറായി വിജയന് വോട്ട് കൊടുത്തു. കാരണം തങ്ങൾക്ക് വേണ്ടിയിട്ട് അടിച്ചു നീക്കണമെങ്കിൽ, RSSന് നേരെ അടിച്ചു നീക്കണമെന്നുണ്ടെങ്കിൽ അത് CPM-നും പിണറായി വിജയനും മാത്രമേ കഴിയുള്ളൂ എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാവം മുസ്ലിങ്ങൾ പിണറായി വിജയന് വോട്ട് കുത്തിയത്. പാർലമെന്റിനൊപ്പം വന്നപ്പോൾ മനസ്സിലായി അടിയിൽ ഒഴുക്ക് സംഭവിക്കുന്നു. ഈ ഒഴുക്കിനെ പിടിച്ചു നിർത്തണമെന്ന് വെച്ചാൽ ഈ ഒഴുക്കെന്ന് പറയുന്ന സംഗതി CPM-ൻ്റെ നിലനിൽപ്പിൻ്റെ ഇഷ്യൂ ആണ്. കാരണം CPM-ലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ CPM-ൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈഴവാദി പിന്നോക്ക സമുദായങ്ങളാണ്. അപ്പൊ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച സമയത്തും അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ കഷ്ടിച്ചിട്ടാണ് മറ്റേ BJP സ്ഥാനാർത്ഥി തോറ്റത്. ഏതാനും വോട്ടുകൾക്കാണ് വി മുരളീധരൻ തോറ്റത്. അപ്പൊ ഈ ഒഴുക്ക് ആറ്റിങ്ങലെയും പിന്നെ ഇവിടുത്തെ വോട്ടിന്റെ ഒഴുക്ക് കണ്ടപ്പോൾ അവർക്ക് ശരിക്കും മനസ്സിലായി ഇത് അപകടമാണ്. അങ്ങനെയാണ് ഈ സ്ട്രാറ്റജി മാറ്റുന്നത്. ആ സ്ട്രാറ്റജി മാറ്റി മതപരമായ ഒരു മുസ്ലിം ലീഗിനെ പ്രത്യക്ഷത്തിൽ മുസ്ലിം ലീഗിനെ എതിർക്കുന്നു. വെള്ളാപ്പള്ളി പ്രത്യക്ഷത്തിൽ മുസ്ലിം ലീഗിനെ എതിർക്കുന്നു. എതിർത്തിട്ട് ശരിക്കും പറഞ്ഞാൽ എതിർപ്പ് ഫലത്തിൽ അത് ചെന്ന് കൊള്ളുക മുസ്ലിങ്ങളെയാണ് കൊള്ളുക, അല്ലേ? ഈ ന്യൂനപക്ഷങ്ങൾ എല്ലാവിധ ആനുകൂല്യങ്ങളും തേടിയെടുത്തുകൊണ്ട് പോകുന്നു. ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലേ? കാസർഗോഡും മലപ്പുറത്തും പിന്നെ എവിടെയാണ് മറ്റൊരു വയനാട് ജില്ലകളിൽ ഞങ്ങൾക്കൊരു സ്ഥാപനം പോലും ഇല്ല. അതേസമയത്ത് 100 കണക്കിന് സ്ഥാപനങ്ങളാണ് മുസ്ലിം സമുദായത്തിനുള്ളത്. അപ്പൊ ഇത്തരം കണക്കുകൾ പ്രകടിപ്പിച്ച് ഇത് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനൊരു സ്വീകാര്യതയും വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് ഈ പറഞ്ഞതുപോലെ ഒരു തനി മതപരമായ രീതിയിലേക്ക് വരികയും പൊതുവിൽ നമ്മുടെ കേരള സമൂഹത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഇസ്ലാമോഫോബിയ ഉണ്ട്, അത് മുതലെടുക്കാം. അതോടൊപ്പം തന്നെ ഇപ്പം ക്രിസ്ത്യൻ സഭയെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ക്രിസ്തീയ സഭയ്ക്കുള്ളിൽ തന്നെ 2 വിഭാഗങ്ങൾ, അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷമല്ല ഒരു ഗണ്യമായ വിഭാഗം LDF-നെ അനുകൂലിക്കുന്നവരുണ്ട്, അല്ലേ? അതോടൊപ്പം തന്നെ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ BJP-യെ അനുകൂലിക്കുന്നവരുണ്ട്. അതേസമയത്ത് കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം പൊതുവിൽ നോക്കുമ്പോൾ കുറഞ്ഞു വരുമെന്ന് പറയും. പക്ഷേ ഈ കഴിഞ്ഞ പ്രാദേശിക സർക്കാർ തിരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല, വലിയ മാറ്റം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ചില കണക്കൂട്ടലുകൾ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുന്ന സമയത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനാർത്ഥികളുടെ നിർണയം, ഉദാഹരണത്തിന് സകല മാനദണ്ഡങ്ങളും മാറാൻ പോവാണ്. 75 വയസ്സെന്നുള്ള മാനദണ്ഡം മാറാൻ പോകണം, CPM മാറ്റാൻ പോകുന്നു. 2 തവണയും കൂടുതൽ മത്സരിച്ചുള്ള മാനദണ്ഡം മാറ്റാൻ പോകുന്നു. ഇനിയിപ്പം തോമസ് ഐസക്ക് അതേപോലെ തന്നെ ശൈലജ ടീച്ചർ, G സുധാകരൻ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ രംഗത്തേക്ക് വരുമ്പോഴത്തേക്ക് തന്നെ ഇമേജ് മാറ്റി. അതേപോലെ തന്നെ പിണറായി വിജയൻ ഇപ്പം നയിച്ചുകൂടായില്ല. പക്ഷേ CPM-ന്റെ ഇപ്പോഴത്തെ വിലയിരുത്തലിൽ നിന്നും അല്ലെങ്കിൽ നേതൃയോഗങ്ങളിൽ നിന്നും അവർ പറയുന്നത് പിണറായി വിജയൻ തന്നെ ഇനി മുന്നിൽ നിന്ന് നയിച്ചാൽ ചിലപ്പോൾ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് അവർ തന്നെ അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സാഹചര്യത്തിലേക്കല്ലേ പോകുന്നത്. ഇപ്പൊ അതിനകത്തൊരു പ്രശ്നം വെച്ചാൽ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പൊ പിണറായി വിജയനാണ്. അതെ, കാരണം അവർക്ക് മറ്റൊരാളെ മുന്നിൽ വെക്കാനില്ല എന്നുള്ളത് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു കഴിയുന്നല്ല, വേറൊരാൾക്ക് വെക്കണമെന്ന് വിവരിച്ചാൽ പോലും ഇന്ന് വെക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി എന്ന പിണറായി വിജയനാണ്. പിണറായി വിജയൻ സമ്മതിച്ചെങ്കിൽ മാത്രമേ വേറൊരാളെ മുമ്പോട്ട് ഉയർത്തി കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും രണ്ടാമതൊരാൾ ഇല്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അത് അങ്ങനെ കാരണം ഒരു
ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരുണ്ടാവും എന്നുള്ള ചോദ്യം വന്നു. അടുത്ത ആൾ വരും. അപ്പോൾ അതൊന്നും ഒരു പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചാവുന്ന ഒരു വിഷയമാവേണ്ട വിഷയമല്ല. പക്ഷെ ഇവിടെ ആ ഒരു പൊതുധാരണ ഉണ്ടാക്കി വെക്കുന്നത് ഇന്നത്തെ പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അപ്പൊ ഈ പിണറായി വിജയൻ ഉദ്ദേശിച്ച അദ്ദേഹത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ്. അപ്പൊ നമ്മളൊക്കെ കാണുന്നതിനേക്കാൾ കൂടുതൽ തലങ്ങൾ സാമൂഹികമായിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ എങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ കഴിയും, എങ്ങനെയൊക്കെ പോയാൽ എന്തിലേക്ക് എത്തിപ്പെടും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ധാരണ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുണ്ട്, അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇവിടെ രാഷ്ട്രീയ മതം വിട്ട് കളിച്ചു കഴിഞ്ഞാൽ കളി നടക്കും, അത് ഇന്ന രീതിയിൽ കളിച്ചാൽ നടക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയാണ്. ഇതെല്ലാവരും കളിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ കാലത്തും അങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ്. പക്ഷെ എങ്കിലും ഇപ്പൊ ഈ വെള്ളാപ്പള്ളി നടേശനെ രംഗത്ത് അഴിച്ചുവിട്ടിരിക്കുന്നത് കാര്യം ഇന്നത്തെ എം വി ഗോവിന്ദൻ പോലും വെള്ളാപ്പള്ളിയെ കാര്യം എന്ന് വെച്ചാൽ ലോകത്തിൽ ഇപ്പോൾ മറ്റേ ഉറുഗ്വേലോ അതല്ലെങ്കിൽ നിക്കാരാഗ്വയിലോ ഒരു പ്രസ്ഥാനം നടത്തി കഴിഞ്ഞാൽ അതിന് മറുപടി പ്രസ്ഥാനം ഇറക്കുന്ന പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്നത്, അല്ലേ? പക്ഷെ വെള്ളാപ്പള്ളി ഇവിടെ കിടന്ന് ഈ കളത്തിൽ കിടന്ന് കളിച്ചിട്ട് പോലും വൃത്തികെട്ട രീതിയിലുള്ള സംഭാഷണ ഒരിക്കലും എന്താ പറയുക, നമുക്കതൊരു ഒരു സാമൂഹിക ഒരു സിവിൽ സൊസൈറ്റിക്ക് ചേരാത്ത രീതിയിൽ പെരുമാറിയിട്ട് പോലും CPM അത് കണ്ട ലക്ഷണം കാണിക്കുന്നില്ല. അല്ലാതെ വെള്ളാപ്പള്ളിയെ CPM ഭയക്കുന്നുണ്ടോ എന്തിനെങ്കിലും എന്നുള്ളതിന് ആ ഒരു സംശയമല്ലേ ഇപ്പോൾ നിഴലിച്ചു വരുന്നത്? കാരണം ഇവിടെ ഇപ്പം വെള്ളാപ്പള്ളിയെ CPM ഭയക്കുന്നതിനേക്കാൾ ഉപരി വെള്ളാപ്പള്ളിക്കാണ് ഭയം. ആ വെള്ളാപ്പള്ളിയുടെ ഭയത്തെയാണ് CPM അല്ലെങ്കിൽ പിണറായി വിജയൻ മുതലെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വെള്ളാപ്പള്ളിയുടെ ഭയത്തെയാണ് മുതലെടുക്കുക. അപ്പൊ വെള്ളാപ്പള്ളിയിലൂടെ എന്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാലും ഏത് വൃത്തികേടുകളാണെങ്കിലും വെള്ളാപ്പള്ളിയിലൂടെ പറയാവുന്ന ഒരു അവസ്ഥ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്നുള്ളതാണ്. അതിന് ഉത്തരവാദി നമ്മുടെ CPM സർക്കാർ തന്നെയാണ്, ഒരു സംശയമില്ല കാര്യം. CPI ഇത്രത്തോളം എതിർത്തിട്ട് പോലും CPM അതിനെ വഴങ്ങി കൊടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPI ഇത്ര എതിർക്കുന്നു വെച്ചാൽ CPIയുടെ എതിർപ്പിനൊന്നും അവർ പരിഗണിക്കുന്നില്ല. അതായത് ഇപ്പോൾ നമുക്കറിയാം LDF-ൽ CPM-ന് ശേഷം CPI എന്ന് പറയുന്നിടത്ത് നിന്നിപ്പോൾ മാറി അത് SNDP എന്ന് ഒരു വാക്കിലേക്ക് ചുരുങ്ങുന്നുണ്ടോ എന്നുള്ളൊരു സംശയം വരുന്നുണ്ട്. കാരണം CPI പറയുന്നതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ എല്ലാ വർഗീയവാദത്തിനും എല്ലാ ഈ പറയുന്ന പ്രസ്താവനകളെയും അനുകൂലിച്ചുകൊണ്ട് CPM രംഗത്ത് വരുമ്പോൾ CPIക്ക് പൂർണ്ണമായും അവിടെ നിന്നും യാതൊരു രീതിയിലുള്ള വിലയും ഇല്ലാതെ പോകുന്നുണ്ടോ എന്നൊരു CPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPIക്ക് അവര് യഥാർത്ഥത്തില് പിണറായി വിജയൻ കഴിഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ 2 ദിവസിക്കുമ്പോൾ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി, CPIക്ക് എത്ര അംഗങ്ങളുണ്ട്, CPIക്ക് എത്ര നിയമസഭാ അംഗങ്ങളുണ്ട്, എത്ര മന്ത്രിമാരുണ്ട്. യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ CPI എന്ന് പറയുന്നത് വളരെ അപൂർവമായ സ്ഥലങ്ങളിൽ സാന്നിധ്യമുള്ള ശോഷിച്ചൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ എങ്കിലും ഈ ഇടതുപക്ഷ മുന്നണി സർക്കാരില് CPIക്ക് അവർ അർഹിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ ഇരട്ടിയോളം മന്ത്രിസ്ഥാനങ്ങൾ കിട്ടിയൊരു പാർട്ടിയാണ്. അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ കൂടെ നിന്ന് ഇത്രയും നാൾ കൂടെ നിന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഈ നിർണായകമായ വിഷയം, ഉദാഹരണത്തിന് ഇപ്പം PM ശ്രീ വന്നപ്പോൾ അതിനെതിർക്കുന്നു. വെറുതെ ചില ബിനോയ് വിശ്വത്തിൻ്റെ അതല്ലെങ്കിൽ ചില ആശയപരമായ പിടിവാശികളുടെ പേരിലാണ് എതിർക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ പിണറായി വിജയനെതിരെ പരസ്യമായിട്ട് പേര് പറഞ്ഞല്ലെങ്കിലും പരോക്ഷമായി തന്നെ പരസ്യമായിട്ട് ഈ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്ന എല്ലാ ആക്ഷേപങ്ങളും ലക്ഷ്യം വെച്ചിരിക്കുന്നത് പിണറായി വിജയനെയാണ്. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ തളർത്തിക്കൊണ്ട് CPM-ന്റെ ഒരു രണ്ടാം നിരയിൽ നിന്ന് ആരെയെങ്കിലും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യമാണ് ബിനോയ് വിശ്വത്തിന്റെ. ഒരു പക്ഷേങ്കിൽ ആ ബിനോയ് വിശ്വത്തിന്റെ ശ്രമത്തിന്റെ പിന്നിൽ CPM-ലെ ഒരു വിഭാഗം ഉണ്ടോ എന്നുള്ളതും സംശയിക്കേണ്ടതാണ്. കാരണം CPM-നകത്ത് നിന്ന് പറയാൻ പറ്റാത്തത് CPI-യിലൂടെ പറയാൻ ശ്രമിക്കുന്നു. കാരണം പിണറായി വിജയൻ 80 കഴിഞ്ഞു, അല്ലേ? അപ്പൊ 80 കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇനി അടുത്ത ഇത്രയും മോശപ്പെട്ട ഒരു പ്രോഗ്രസ് റിപ്പോർട്ടും വെച്ചിട്ട് അതല്ലെങ്കിൽ ഈ പ്രാദേശിക സർക്കാർ തെരഞ്ഞെടുപ്പിലൂടെ കിട്ടിയൊരു ഫലം വെച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ പോയി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സമർത്ഥിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ അദ്ദേഹം പിണറായി വിജയൻ ദുർബലമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ബിനോയ് വിശ്വം അടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു തീരുമാനം ഉണ്ടാവും. തീർച്ചയായിട്ടും ആ തീരുമാനത്തിന്റെ പ്രേരകമായിട്ട് ഒരു പക്ഷേങ്കിൽ
CPM-ൽ തന്നെ പരസ്യമായി പിണറായി വിജയനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി കുഴപ്പത്തിലാകും എന്നും വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഒരു പക്ഷേ എന്റെ പിന്നിലുണ്ട്. വിഷയത്തെ ഉപയോഗിക്കുകയായിരിക്കണം. ഈ പറഞ്ഞ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു ഇത്തരത്തിൽ പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ CPM-ന്റെ ഭാഗത്തു നിന്നും 2 ടേം പൂർത്തിയാക്കിയ MLA-മാരും ഇനി മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇനിയിപ്പോൾ ആ നയത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിണറായി വിജയനും മത്സരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് വലിയൊരു സംശയം തന്നെയല്ലേ? കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വെച്ചൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥ വെച്ച് ഇനി ഒരു തവണ കൂടി മത്സരിച്ച് അധികാരത്തിൽ വന്നാൽ, കാരണം CPM-ന്റെ നേതൃയോഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു, ഇനി അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും, മറ്റൊരു പേര് മുന്നിലില്ല. ഒരുപക്ഷെ ഇവര് പ്രതിപക്ഷത്തേക്കാണ് വരുന്നതെങ്കിൽ നേതാവായി പിണറായി വിജയൻ ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയനെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയാൽ തന്നെയും പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നുള്ളത് CPM-ന് തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതല്ല, അവിടെയാണ് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നം. ഇപ്പോഴത്തെ CPM ഔദ്യോഗിക CPM എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഔദ്യോഗിക വെർഷൻ അറിയുന്നത് പാർട്ടി സെക്രട്ടറിയിലൂടെയാണ്. അതെ, പാർട്ടി സെക്രട്ടറി പിണറായി വിജയന്റെ ശ്വാസഗതി പോലും ശ്രദ്ധിച്ചിട്ടാണ് പാർട്ടി സെക്രട്ടറി സംസാരിക്കുന്നത്. അതെ അല്ലേ? CPM-ന് ഇങ്ങനെ ഒരു പാർട്ടി സെക്രട്ടറി ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പൊ CPM എന്ന് പറയുന്നത് ഇപ്പൊ പിണറായി വിജയനാണ്. അപ്പൊ പിണറായി വിജയൻ സ്വാഭാവികമാണ്, അദ്ദേഹത്തിന്റെ ആരോഗ്യമൊക്കെ ആണെങ്കിൽ ആരോഗ്യവും എല്ലാം അദ്ദേഹത്തിന് ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ട്, നമ്മളില്ല എന്ന് പറയുന്നത്. ഈ 80-ാം വയസ്സിലും CPM-നെയും കേരളത്തെ ഇങ്ങനെ നയിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനത്ത് 2ാം തവണ തുടരുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ശേഷിയുടെ പ്രത്യേകത കൊണ്ടാണ്. അത് നമ്മൾ വിസ്മരിക്കരുത്. ആ ശേഷി, വ്യക്തിപരമായ ശേഷി അദ്ദേഹത്തിന് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഏതാണ്ട് അദ്ദേഹം 2016 അധികാരമേറ്റ അന്ന് മുതലുള്ള ഒരു ശരീരഭാഷയും അതേപോലെ പ്രവർത്തന ശൈലിയും തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 5 വർഷമോ ഇനി അടുത്ത 5 വർഷം 4ാം തവണയോ വേണമെങ്കിൽ തുടരാന്നുള്ള മാനസികാവസ്ഥ കുറിച്ച് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കും. അപ്പൊ അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നയിച്ചു കഴിഞ്ഞാൽ വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ അദ്ദേഹത്തിന് കൈവശമുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം ചില കാര്യങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് കണ്ണൂർ ഭാഗത്ത് തല ഉരുണ്ടു വീണിട്ടില്ല ആളുടെ, അല്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കുക. ആരുടെയൊക്കെ തലയാണ് പോകേണ്ടിയിരുന്നുള്ളത് ആലോചിച്ച് നോക്കുമ്പോഴാണ് എൻ്റെ വിസ്മയം നമ്മൾ മനസ്സിലാക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? അദ്ദേഹവും RSSും തമ്മിലൊരു ധാരണയുണ്ടാക്കി, അല്ലേ? ഒട്ടേറെ തലകൾ ഇപ്പോൾ കണ്ണൂരിൽ അവശേഷിക്കുന്നുണ്ട് കഴുത്തിന് മുകളിൽ. അത് ആരുടെയൊക്കെയാണെന്ന് നമുക്കറിയില്ല. മറിച്ച് പോകുമായിരുന്ന തലകളായിരുന്നു, അല്ലേ? അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയനും RSSും തമ്മിലുള്ള ധാരണ ഉണ്ടാക്കിയതിന്റെ പേരിലാണ് ഇതിങ്ങനെ പോകുന്നത്. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള വളരെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചടുലമായ നീക്കങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ ശേഷിയുള്ള വ്യക്തിയാണ് പിണറായി വിജയൻ. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം വ്യക്തമായിട്ട് പ്രതീക്ഷിക്കുന്നത് ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും 3ാം തവണയും അധികാരത്തിൽ വരാനും അതോടൊപ്പം തന്നെ 3ാം തവണ മന്ത്രിസഭ രൂപീകരിച്ച് മുന്നോട്ട് പോകാനും തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഇന്നാണോ കഴിഞ്ഞ ദിവസം ഇന്നാണ് കണ്ടതെന്ന് തോന്നുന്നു, പാർട്ടിയാണ് തീരുമാനിക്കുന്ന പറഞ്ഞ് ഞാൻ മത്സരിക്കണോ, മുഖ്യമന്ത്രി മത്സരിക്കണോ വേണ്ടേ എന്നുള്ളത്. അദ്ദേഹത്തിന് 80 വയസ്സായി, വ്യക്തിപരമായിട്ട് വേണമെങ്കിൽ പറയാം രണ്ടായാലും ഞാൻ മത്സരിക്കുന്നില്ല, വ്യക്തിപരമായിട്ട് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് വേണേ അദ്ദേഹത്തിന് പറയാമായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞില്ല. അദ്ദേഹം അത് പറഞ്ഞില്ല എന്നുള്ളതാണ് വ്യക്തമായ സൂചന നൽകുന്നത്. പിണറായി വിജയൻ തന്നെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നതും വിജയിച്ചു വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. അക്കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല.